പ്രവർത്തനങ്ങളെ പറ്റിയും രതീഷ് നമുക്ക് നൽകിയ സംഭാവനകളെ പറ്റിയും ഒക്കെ ഇവിടെ വിശദമായി നമ്മുടെ പ്രിയപ്പെട്ടവർ സംസാരിക്കും. എല്ലാവരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് സോണി കുമ്പളച്ചോലയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങളും സങ്കീർണതകളും പിന്നെ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് അവരെ സ്മരിക്കേണ്ടതിൻ്റെ ആവശ്യമൊക്കെ നമ്മുടെ തലമുറയ്ക്ക് നമ്മുടെ സമൂഹത്തിന് ഒരു ബാധ്യതയുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഒരു അനുസ്മരണം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ മുമ്പേ ചെറുപ്പകാലത്ത് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ശ്രീത്ത് എന്നാണ് ഞങ്ങൾ വിളിക്കുക. പിന്നീടാണ് രതീഷ് എന്നുള്ള പേര് ഔദ്യോഗികമായിട്ട് വന്നത്. പലപ്പോഴും ഒരുപാട് ക്ലാസ്സുകളിലും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ കവിതയൊക്കെ എഴുതും. അതുപോലെ തന്നെ കലാമേഖലകളിൽ സാഹിത്യ മേഖലകളിൽ താല്പര്യം നന്നായിട്ട് പ്രകടിപ്പിച്ചിരുന്നു. മാതൃഭൂമിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ കവിത വന്നു. അതുപോലെ തന്നെ നല്ല ഈണത്തിൽ കവിതകൾ അവതരിപ്പിക്കാനുള്ള കഴിവ് എന്നെ സംബന്ധിച്ച് അതിലെനിക്ക് അവനോട് കടപ്പാടുണ്ട്. കാരണം എൻ്റെ കവിത ഒരുപാട് പ്രദേശങ്ങളിൽ അവതരിപ്പിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ അത് എത്തിക്കാനും ഉള്ള ഒരു അവസരം എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ എനിക്കാവുന്ന രീതിയിലെല്ലാം തന്നെ അവനെ ഞാൻ പല രീതിയിൽ ക്ലാസ്സുകൾ എടുത്തിട്ടും ഒക്കെ സഹായിച്ചിട്ടുമുണ്ട്. പിന്നെ ഇടക്കാലത്ത് വെച്ച് എവിടെയോ അവൻ്റെ ജീവിത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യങ്ങൾ അതിസങ്കീർണമാവുകയും വല്ലാത്ത അവസരത്തിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. പ്രത്യേകിച്ച് അവൻ്റെ അമ്മയുടെ വിയോഗം അവനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. നമുക്കൊക്കെ കാഴ്ചക്കാരായി നിൽക്കാനല്ലാതെ വെച്ചൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് ഇവിടെ ഹോട്ടലുണ്ടായിരുന്നു. ഈ അശോകൻ ഇവിടെ കച്ചവടം വെച്ച് അവിടെ അവർക്കൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടുന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിൻ്റെ അതിലൂടെയാണ് അവൻ്റെ അമ്മ കടന്നു പോകുക. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് പോകുമ്പോൾ ഞങ്ങളെ വീട്ടിൽ കയറിയിട്ട് ഞങ്ങൾക്ക് തരുമ്പം പറയും, എൻ്റെ മകനെ നിങ്ങൾ നോക്കണേ, അല്ലെ മക്കളെ നോക്കണേ എന്നൊക്കെ പറയുന്നത് നല്ലത് അടുത്തൊരു ബന്ധമായിരുന്നു. ഈ ഒരു ഓർമ്മയൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വല്ലാതെ ഇതായിട്ട് കടന്നുപോയി. പക്ഷെ നമുക്കൊന്നും പ്രകൃതി ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായി സംഭവിക്കുന്ന പല സംഭവങ്ങൾ അതിലൂടെ അവൻ്റെ പെങ്ങളും ഒക്കെ തന്നെ ആ കുടുംബത്തിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ അവസരം വന്നു. അങ്ങനെ അവൻ നമ്മളിൽ നിന്നൊക്കെ അകന്ന് മറ്റൊരു സ്വകാര്യമായ ഒരു ലോകത്തിലേക്ക് കടന്നുപോയി. കാരണം നമ്മളെയൊന്നും കണ്ടാൽ ചിലപ്പോൾ മിണ്ടാൻ പോലും പറ്റാത്ത ഏതോ ഒരു വേദനയുടെ ലോകത്തിലേക്ക് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഇടർച്ചയുണ്ട്, കടന്നുപോയി. പലപ്പോഴും നമ്മൾ കണ്ടാൽ പോലും അവന് പരിചയം പോലും ഇല്ലാത്ത രീതിയിൽ നമ്മളോട് അവനൊന്നും മിണ്ടില്ല. ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മളുമായിട്ട് അടുത്ത ബന്ധപ്പെട്ടവർ തന്നെ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സർവ്വസാധാരണമായിട്ട് മാറി. അപ്പോൾ അത് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടല്ലോ. കൂടെയുള്ള ആളുകൾ പെട്ടെന്ന് ഒരു ദിവസം മാഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും വേദന ഉണ്ട്. ഇത് പലതരത്തിൽ വേദനയുണ്ട്. ഒന്ന് നമ്മൾ ഈ ജീവിതം എന്താണെന്ന് നമുക്ക് അറിയില്ല. നേരത്തെ സോണി മാഷ് പറഞ്ഞു, നമ്മുടെ കയ്യിലല്ല, ഒരു നിഗൂഢത നമ്മളെ ആകെ വലയം ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം? പ്രകൃതിക്ക് എന്തോ ഒരർത്ഥമുണ്ട്, നമ്മളെയൊക്കെ സൃഷ്ടിച്ച പ്രകൃതിക്ക്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരർത്ഥമുണ്ട് ജീവിതത്തിന്, ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ അല്ലാതാകുമ്പോൾ അതിന് അർത്ഥമില്ല എന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് വേദന ഉണ്ടാവുന്നു എന്നേ ഉള്ളൂ. ശരിയായ ജ്ഞാനം വരുമ്പോൾ എന്താണ് ഈ നിഗൂഢതയുടെ പൊരുൾ മനസ്സിലാകുമ്പോൾ ഇത്തരം വേദനയോ അല്ലെ വലിയ സന്തോഷമോ ഒന്നും ഉണ്ടാവാൻ സ്വാഭാവികമായിട്ട് കാരണം ഉണ്ടാവില്ല. അതുപോട്ടെ. ഇപ്പോൾ ശ്രീജിത്ത് രതീഷ് പ്രധാനമായും ചെയ്തത് കലാമേഖലയിലാണ് രതീഷ് വ്യാപരിച്ചത്. കലയിൽ സാഹിത്യത്തിലാണ്, സാഹിത്യത്തിൽ വിശേഷ കവിതയിലാണ് രതീഷിൻ്റെ ഒരു വ്യാപാര മേഖല എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്നതും ഇങ്ങനെ ഓർമ്മിക്കാനുള്ള പ്രബലമായ കാരണങ്ങളിലൊന്നും ഒരുപക്ഷെ രതീഷിൻ്റെ കവിതയെ മുൻനിർത്തിക്കൊണ്ട് ആയിരിക്കാം എന്ന് തോന്നുന്നു.
അപ്പോൾ രതീഷിൻ്റെ കവിതയുടെ പ്രത്യേകത സോണി മാഷ് പറഞ്ഞു കഴിഞ്ഞു. രതീഷ് ധാരാളം എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ധാരാളം എഴുതുവാൻ പറ്റിയിട്ടില്ല. വളരെ കുറച്ച് കവിതകളെ എഴുതിയിട്ടുള്ളൂ, ഏതാനും കവിതകൾ. പക്ഷെ ആ കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം കവിതകൾ എഴുതി ഏറെ മുന്നേറേണ്ട ഒരു ദൂരം വളരെ കുറച്ച് കവിതകൾ കൊണ്ട് തന്നെ എത്തിപ്പിടിച്ച ആ ഒരു പ്രാഗൽഭ്യമുള്ള, അത്രയും സർഗശേഷിയുള്ള, അത്രയും സൗന്ദര്യ ധ്വനിമയൊക്കെ ആവാഹിച്ച കവിതകളായിരുന്നു എന്നുള്ളതാണ്. സംസാരിക്കുന്നില്ല. ഞാൻ സുഖമാണെന്ന് ചോദിക്കും, ആ സുഖമാണെന്ന് പറയും. അപ്പം വളരെ സൗമ്യനും ശാന്തശീലനും അതേപോലെ തന്നെ സ്നേഹനിധിയുമായിരുന്ന രതീഷാണ് നമ്മളെ വിട്ടുപോയത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, കുമ്പളച്ചോലയെ മാത്രമല്ല, നമ്മുടെ മരിപ്പറ്റ പഞ്ചായത്തിലെ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ സ്നേഹിയെ സംബന്ധിച്ചിടത്തോളം അത് തീരാൻ നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വേർപാട്, എന്താണ് പറയുന്നത്, ആ വേർപാട് നമുക്ക് നികത്താനാകാത്തതാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മുടെ മരിപ്പറ്റ പഞ്ചായത്തിൽ തന്നെ ഒട്ടനവധി കലാകാരന്മാരും എഴുത്തുകാരായാലും കവിത എഴുതുന്നവരായാലും മറ്റ് പുസ്തകങ്ങൾ എഴുതുന്നവരായാലും സാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നത്. അതിലൊരു വലിയ പങ്ക് ഈ കുമ്പളച്ചോലയിൽ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ അഭിമാനമാണ്. നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒട്ടനവധി കലാകാരന്മാർ നമ്മുടെ പഞ്ചായത്ത് കുമ്പളച്ചോല ഒട്ടും മോശമല്ല. അപ്പം ആ രംഗത്ത് ഉയർന്നു വരാൻ കഴിയുമായിരുന്ന, ഇനിയും ധാരാളം എഴുതുവാൻ കഴിയുമായിരുന്ന, ഇനി ഈ പ്രപഞ്ചത്തെയും ഈ സമൂഹത്തെയും നോക്കിക്കണ്ടുകൊണ്ട് നമ്മളാരും കാണാത്ത ഉൾക്കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് കലാകാരന്മാർ എഴുതുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എഴുത്തുകാരെഴുതുന്നത്. അപ്പം അത്തരത്തിലേക്ക് ഉയർന്നു വരാനുണ്ടായിരുന്ന ഒരാളായിരുന്നു നമ്മുടെ രതീഷ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നിങ്ങളോടൊപ്പം, ഈ നാട്ടുകാരോടൊപ്പം, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം, ഇവിടുത്തെ സാംസ്കാരിക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളോടൊപ്പം ഞാൻ എൻ്റെ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. രതീഷിനെ എനിക്ക് പരിചയപ്പെടാൻ, അങ്ങനെ സോണേട്ടനായിട്ടുള്ള പിന്നീടുള്ള യാത്രയോടൊപ്പം നമ്മുടെ രതീഷിന് കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അന്ന് കവിതകളൊക്കെ എഴുതുക മാത്രമല്ല, അത് നന്നായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നല്ല ഒരു കഴിവുള്ള ഒരു കലാകാരനായിരുന്നു രതീഷ്. ഒരു നിഴൽ പോലെ കുറേ കാലം വളരെ സജീവമായ ഊർജ്ജസ്വലനായ രതീഷിനെ ഇപ്പോഴും മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നന്ദൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ 3-4 കവിതകൾ, അതിൽ കടലാസ് തോണി ഒരുപാട് പ്രാവശ്യം ഞാൻ അവനെ കൊണ്ട് തന്നെ പാടികൾ കേട്ടിട്ടുണ്ട്. അത്രയും മനോഹരമായ ആഴമുള്ള ഒരു കവിതയായിരുന്നു കടലാസ് തോണി. നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ ജനിച്ച് മൺമറഞ്ഞു പോവാതെ അവൻ ഒരു കലാരംഗത്ത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താൻ ഉള്ള ഒരു രേഖ, ഒരു രൂപരേഖ നമ്മൾ തയ്യാറാക്കി അത് നമുക്ക് അവതരിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അവൻ്റെ ഈ വിയോഗത്തിൽ ഒരുപാട് ദുഃഖമുണ്ട്. ജീവിതത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങളിൽ നിന്ന് ഏതോ ഇരുട് പിടിച്ച അവൻ്റെ ജീവിത തലങ്ങളിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ഒരു തീപ്പട്ടിക്കൊള്ളി വരച്ചു നോക്കി വെളിച്ചത്തോടെ അവനെന്ത് സംഭവിച്ചു നോക്കാൻ ഞാനടക്കമുള്ളവർക്ക് സാധിച്ചില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ ദുഃഖമുണ്ട്. മരിച്ചവരെ അനുസ്മരിക്കുക എന്നത് അവരെ പുനർജീവിക്കുക എന്നതുകൂടിയാണ്. നമുക്ക് രതീഷിൻ്റെ ഓർമ്മകളിൽ ഇനിയും അവൻ്റെ ഓർമ്മകൾ പിന്തുടർന്നുകൊണ്ട് മുന്നേറണമെന്ന്, അതിന് കലാമേഖലയിൽ എന്തൊക്കെ ചെയ്യാനാവും എന്നുള്ള ഒരു ചർച്ച നമ്മൾ നടത്തിയിട്ടുകൊണ്ട് നന്ദൻ പറഞ്ഞതുപോലെ ഒരു കവിതാ ക്യാമ്പ്, ഒപ്പം തന്നെ അവൻ്റെ പേരിലുള്ള അനുസ്മരിച്ചുകൊണ്ടുള്ള കവിതാ മത്സരങ്ങൾ താലൂക്ക് അടിസ്ഥാനത്തിലോ മറ്റോ നടത്തി കൊല്ലം നടത്തുന്ന ഒരു പ്രവണതയും നമ്മൾ തുടരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആ ജീവിത അവൻ്റെ കടലാസ് തോണി മാഞ്ഞു പോകാതെ
വീണ്ടും തൊഴിൽ വഴി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് നമുക്കെല്ലാവർക്കും കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകണം. വല്ലാത്ത വേദന തന്നെയാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്ന ഒരു കലാകാരൻ്റെ പെട്ടെന്നുള്ള ഇറങ്ങിപ്പോക്ക് വല്ലാത്ത വേദനയുടെ ആഴം കൂട്ടുക തന്നെയാണ്. രതീഷിനെ നേരത്തെ അരുവി സംസാരിച്ചതുപോലെ ഒരുപാട് കാലം മുമ്പ് പരിചയമുള്ളതാണ്. ഒരുപക്ഷെ ഞാനൊക്കെ കലാരംഗത്ത് ശ്രദ്ധിക്കുന്നതിനെക്കാട്ടും എത്രയോ മുമ്പ് ഇവിടെ കലാകാരനായും പാട്ടുകാരനായും ഒക്കെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു കലാകാരനായിരുന്നു. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കേരളോത്സവത്തിന് സോണിയേട്ടൻ്റെ അച്ഛൻതിറ എന്ന കവിത രതീഷും സോണിയേട്ടനും മറ്റു കുറേ ആളുകളും അന്ന് ആലപിച്ചിരുന്നു. എഴുതിയ സോണിയേട്ടന് സെക്കൻഡും പാടിയ രതീഷിന് 1ാം സ്ഥാനവും കിട്ടിയിരുന്നു. അത്രമേൽ കവിതയെ ഹൃദയം കൊണ്ട് ആലപിക്കുന്ന ഒരു അനുഗ്രഹീതനായിരുന്നു രതീഷ്. വേണ്ടി അവൻ്റെ അടുത്ത് വീട്ടിൽ വരികയും ഒരു കവിത മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ആ സമയത്തൊന്നും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവൻ തന്നെ ഉൾവലിഞ്ഞു പോയി. അവസാനത്തെ എനിക്ക് തോന്നുന്നു പിന്നീട് കണ്ടിട്ടില്ല. എങ്കിലും ശക്തമായ കവിത സാന്നിധ്യം കൊണ്ട് ജീവിതത്തിൻ്റെ തുഴച്ചിലിൽ എവിടെയൊക്കെയോ താളപ്പിഴകൾ വന്നതുകൊണ്ടാവാം ആവർത്തനം ഇല്ലാതെ പോയ കവിതയായി അവൻ്റെ ജീവിതവും മാറിയത്. എങ്കിലും ശക്തമായ ചെറിയ എണ്ണത്തിൽ കുറഞ്ഞ കവിതകളാണെങ്കിലും അത് പകർത്തി അവൻ വേർപിരിഞ്ഞിരിക്കുകയാണ്. അവൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒരു കവിത കേട്ടതിന് ശേഷമാണ് ഇത്ര നന്നായിട്ട് പാടുമെന്നുള്ളത്. അതാണ് അങ്ങനെയാണ്. അതാരതിയാണ് കവിത എന്ന് വെച്ചാൽ സോണു മാഷാണെന്ന് പറഞ്ഞാൽ ഒരു വല്ല സന്തോഷമുണ്ട്. രതീഷിൻ്റെ ഈ വേർപാടിൽ അതിൻ്റെ കുടുംബത്തോടും അതുപോലെ നാട്ടുകാരോടും ഒപ്പം ഞാനും പങ്കുചേരുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്കൂൾ കുട്ടി എല്ലാമായിട്ടാണ് ഞങ്ങൾ ആദ്യം അവനെ കാണുന്നത്. ഇപ്പോൾ രതീഷിനെ ശ്രദ്ധിക്കപ്പെടുന്നത് മറ്റുള്ള ആൾക്കാരെല്ലാം പറഞ്ഞതുപോലെ തന്നെ സോണി മാഷ കൂടെ കവിതയുമായി ആലാപനം നടത്തിപ്പോകുന്ന ആ അവസരത്തിലാണ്. കവിതയുമായും അതുപോലെ തന്നെ സാഹിത്യവുമായും ഒരു ബന്ധവുമില്ലാത്ത എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ആ രതീഷിൻ്റെ ആ കാവ്യ ആലാപനത്തിൻ്റെ ഭംഗി, ആ ഭംഗിയിലൂടെയാണ് രതീഷിൻ്റെ കവിതയും അതുപോലെ തന്നെ ചില കവിതകൾ കേൾക്കണമെന്നും അത് ആസ്വദിക്കണമെന്നും ആഗ്രഹം ഉണ്ടായത് ആ രതീഷിൻ്റെ ആ കവിത ആലാപനത്തിന് ശേഷമാണ്. നമ്മുടെ നാടിനെ വർഷങ്ങൾക്ക് മുമ്പേ അടയാളപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീത്ത് ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ശ്രീത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു. അനാമികയുടെ കവിത ശ്രീത്ത് ആലപിക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പാട്ടൊന്നും ഇവിടെ വെക്കണമെന്ന് നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ സോണി മാഷോട് പോസ്റ്ററടിക്കുമ്പോൾ പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. യുവകവിയും എഴുത്തുകാരനുമായ ശ്രീത്തേട്ടൻ, എനിക്ക് ഇവർ പറയും പോലെ ഒരു പരിചയമൊന്നുമില്ല. ഞാനിവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടതാണ്. പണ്ടുള്ള ഒരു പരിചയങ്ങളൊന്നുമില്ല. എന്നാലും ഇടയ്ക്കെല്ലാം ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലും ബന്ധപ്പെട്ട് കവിതയൊക്കെ ചൊല്ലിത്തരാറുണ്ട്. ഇപ്പോൾ സത്യേട്ടൻ പറഞ്ഞ പോലെ കവിതയിലൂടെ കുമ്പളച്ചോലയുടെ പേര് നേരത്തെ എഴുതി ചേർത്ത പ്രിയപ്പെട്ട സുഹൃത്തിന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞങ്ങളെ ഒന്നായിട്ട് തൊഴിലുറപ്പിൽ പങ്കെടുക്കുന്ന ഒരു മോനാണ്. പക്ഷേ ഞങ്ങൾ വിശ്രമ സമയത്ത് അവനോട് എല്ലാ 40 പെണ്ണുങ്ങളും ഞാനുണ്ടാവും. അപ്പോൾ ഒരു കവിത ചൊല്ലിത്തരുമോ ശ്രീത്തേൻ ചോദിച്ചു. ശ്രീത്ത് ആണോട്ടാ, ഞാൻ ചൊല്ലിത്തരാം.
അതുപോലെ ചൊല്ലി തന്നിട്ടുണ്ട്. ആ സുഹൃത്ത് എന്നും എൻ്റെ മനസ്സിലുണ്ടാവും എന്ന് എൻ്റെ പ്രിയ സുഹൃത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മഴ പെയ്തു പുഴയായ മുറ്റത്തു നിന്നൊരു കടലാസു തോണിയൊഴുകി വന്നു. മഴ പെയ്തു പുഴയായ മുറ്റത്തു നിന്നൊരു കടലാസു തോണി ഒഴുകി വന്നു. ജീവനിശ്വാസങ്ങൾ ഓളങ്ങൾ തീർത്തതിൽ എത്ര കണ്ണീർ കണമായിരുന്നു. ജീവനിശ്വാസങ്ങളോളങ്ങൾ തീർത്തതിൽ എത്ര കണ്ണീർ കണമായിരുന്നു. ബന്ധങ്ങളിതുപോലെ ശിഥിലമായി തീരുന്ന കടലാസു തോണികളായിരിക്കാം. ബന്ധങ്ങളിതുപോലെ ശിഥിലമായി തീരുന്ന കടലാസു തോണികളായിരിക്കാം. മഴ പെയ്തു പുഴയായ മുറ്റത്തു നിന്നൊരു കടലാസു തോണി ഒഴുകി വന്നു. കടലാസു തോണി ഒഴുകി വന്നു.